5ാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ കടങ്കഥ എന്ന ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ കടങ്കഥയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന ഒരു ചാപ്റ്ററാണിത്. അപ്പോൾ നമുക്ക് വേഗം ഇതിൻ്റെ സമ്മറി നോക്കാം. നമുക്കറിയാം, ഇപ്പോഴത്തെ കാലത്തല്ല, പണ്ടൊക്കെ കടങ്കഥകളൊക്കെ ചൊല്ലിക്കളിക്കുന്നതൊരു നാട്ടുശീലമായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്ററിൽ ഒരു മുത്തശ്ശനും കുറച്ച് കുട്ടികളും കൂടിയിട്ട് കടങ്കഥകളൊക്കെ ചൊല്ലിക്കളിച്ച ഒരു സ്റ്റോറിയാണ് അപ്പോൾ നമുക്കിവിടെ ചാപ്റ്ററിൽ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് റീഡ് ചെയ്ത് നോക്കാം. കടങ്കഥകളും കുസൃതി കഥകളൊക്കെ അറിയുന്നൊരു വലിയൊരു ആശാനാണ് ഇവിടുത്തെ ഒരു മുത്തശ്ശന്. അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ വൈകുന്നേരം വന്നിട്ട് ഈ ഒരു ആളുടെ ചുറ്റും തടിച്ചു കൂടും. അപ്പം ഈ കടങ്കഥകളൊക്കെ പറഞ്ഞു തരാൻ ഈ മുത്തശ്ശന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം മുത്തശ്ശൻ കഥകളുടെ കെട്ടഴിക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ കടങ്കഥകളോട് അദ്ദേഹത്തിന് പ്രത്യേകമായ ഒരു ഇഷ്ടമുണ്ട്. അതുപോലെ തന്നെ അപ്പോൾ വെറും കഥകളൊന്നും പറഞ്ഞു കൊടുക്കുക മാത്രമല്ല, ഈ കുട്ടികളോടും ഇയാൾ എന്ത് ചെയ്യും, ഈ ഒരു മുത്തശ്ശൻ ചോദിക്കുകയും ചെയ്യും. കടങ്കഥകളൊക്കെ ഇങ്ങനെ ക്വസ്റ്റ്യൻ പറയും. അപ്പോൾ തന്നെ കുട്ടികൾ അതിന് ഉത്തരവും പറയും. അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസൊക്കെ ഇവിടെ ഇങ്ങനെ അവരുടെ സംഭാഷണ രൂപത്തിൽ കൊടുത്തിട്ടുണ്ട്. ഞെട്ടില്ല വട്ടയില്ല പപ്പടം. അപ്പോൾ ക്വസ്റ്റ്യൻ കഴിയുന്നതിന് മുന്നേ തന്നെ കുട്ടികളിങ്ങനെ വിളിച്ചൊക്കെ പറയും. മുറ്റത്തെ ചെപ്പിനടുപ്പില്ല കിണർ, ഇട്ടാ പൊട്ടും ഇക്രീസ് മുട്ടും കടുക്. അപ്പോൾ ഇങ്ങനെ കുറേ എണ്ണം പറയുന്നതായിട്ട് നമുക്ക് കാണാം ഈ ചാപ്റ്ററിൽ. അതുപോലെ തന്നെ കാള കിടക്കും കയറോടും, അത് മത്തൻ ചെടിയാണ്. അടിക്കാത്ത മുറ്റം ആകാശം, ഉച്ചിക്കുടുമൻ പന്തേക്ക് പോയി, കൈതച്ചക്ക, കറിക്ക് മുമ്പൻ ഇലയ്ക്കു പിമ്മൻ, കറിവേപ്പില, കിലുക്കം ഉത്തരത്തിൽ ചത്തിരിക്കും, താക്കോൽ കൂട്ടം, പിന്നാലെ വന്നവൻ മുന്നാലെ പോയി, പല്ല്. അപ്പോൾ ഇങ്ങനെ കുറേ ക്വസ്റ്റ്യനും ആൻസറുമായിട്ട് ഇവരെ സംഭാഷണങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ ഇവരിങ്ങനെ പറഞ്ഞ് ക്ഷീണിച്ചു, മുത്തശ്ശനാകെ ക്ഷീണിച്ചു. അപ്പം പെട്ടെന്ന് ഈ കുട്ടികൾ മറുപടി പറഞ്ഞുകൊണ്ട് അവർ ഭയങ്കര സന്തോഷത്തിലാണ്. അതുപോലെ തന്നെ മുത്തശ്ശനൊന്ന് തോറ്റു പിന്മാറിയെന്ന് കുട്ടികളിങ്ങനെ വിചാരിച്ചിരുന്നു. പക്ഷേ പിന്നെയും പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹം തുടർന്നു. എന്താണ് പറഞ്ഞത്? നിങ്ങളെല്ലാം മിടുക്കരാണ് കേട്ടോ. നിങ്ങളോട് ചോദിച്ച് എൻ്റെ കയ്യിലുള്ള കടങ്കഥകളൊക്കെ തീർന്നു. ഇനി ഒറ്റ ഒരെണ്ണമേ ബാക്കിയുള്ളൂ. ഇതുവരെയുള്ള കടങ്കഥകൾക്കൊക്കെ ഉത്തരം പറഞ്ഞ് നിങ്ങൾക്ക് ഇത് കൂടി പറയാൻ പറ്റുമോ നോക്കാലോ എന്ന് ചോദിച്ചു. അപ്പം മുത്തശ്ശൻ്റെ കയ്യിൽ ആകെ ഒരു കടങ്കഥയും കൂടാണ് ഇത് ബാക്കിയുള്ളത്. അതിൻ്റെ ആൻസറും കൂടെ കുട്ടികളോട് പറയാൻ പറ്റുമോ എന്ന് ചലഞ്ച് ചെയ്യാണ് കുട്ടികളോട്. അപ്പോൾ കുട്ടികൾ ആ ചലഞ്ച് ഏറ്റെടുത്തുകൊണ്ട് മുത്തശ്ശൻ ചോദിക്കുക, ഞങ്ങൾ പറയാമെന്ന് പറയുന്നുണ്ട്. അപ്പം മുത്തശ്ശൻ അത് പറഞ്ഞു കൊടുക്കുകയാണ്. തലയില്ലാത്തവൻ ചെവിയിട്ടാട്ടി, ഉത്തരം പറ എന്ന് മുത്തശ്ശൻ ചോദിച്ചു. അപ്പം ഒന്നുകൂടി പറഞ്ഞ മുത്തശ്ശാന്ന് അവർ ചോദിക്കുകയാണ്. അവർക്ക് വ്യക്തമായില്ല കാര്യം. അപ്പം ഒന്നും കൂടെ പറഞ്ഞു കൊടുക്കുകയാണ്. തലയില്ലാത്തവൻ ചെവിയിട്ടാട്ടി. അപ്പം ആൻസർ പറയാൻ വേണ്ടി പറയുകയാണ്. അപ്പോൾ ഈ ഒരു ആൻസർ കുട്ടികൾക്ക് വലിയ പിടിയില്ലാത്തത് കൊണ്ടായിരിക്കാം മുഖത്ത് തെളിച്ചൊക്കെ മാഞ്ഞ് അവർ പരസ്പരം ഇങ്ങനെ നോക്കി. ആർക്കും ഒരു കറക്റ്റ് ആൻസർ അറിയില്ല. അപ്പോൾ ആദ്യമായിട്ട് തോൽവി ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന് വിചാരിച്ച് അവർ ഭയങ്കര സങ്കടത്തിലിരുന്നു. അപ്പോൾ മുത്തശ്ശനാണെങ്കിലോ ഭയങ്കര വിജയത്തിൻ്റെ ഭാവത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ തോറ്റു കൊടുക്കുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതി ഒരു വിരുദ്ധന്, ആ കുട്ടികളിലൊരു വിരുദ്ധൻ പറയാണ്, ഞാൻ പറയും ഉത്തരം ആനാന്ന് അവൻ പറയാണ് ഉത്തരം. അപ്പം അത് ശരി, തലയില്ലാത്ത ആന ചെവിയിട്ടാട്ടുന്നത് കുട്ടി കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അതായത് ആനയ്ക്ക് ചെവിയുണ്ട്, തലയൊക്കെ ഉണ്ടല്ലോ. അപ്പം നാണിച്ച് ആ കുട്ടി തല താഴ്ത്തി എന്നാണ് പറയുന്നത്. അപ്പം ബാക്കിയുള്ള കുട്ടികളൊക്കെ ചിരിച്ചത് കേട്ടിട്ട്. അപ്പം മുത്തശ്ശനോടനെ കുട്ടികൾ ആൻസർ പറയാൻ വേണ്ടി പറയാണ്. അപ്പം മുത്തശ്ശൻ ചോദിക്കുകയാണ്, ഇതെന്താ മുത്തശ്ശൻ ഞങ്ങളെ കളിയാക്കുകയാണോ? കാരണം കുട്ടികളോട് വീണ്ടും ആൻസർ പറയാൻ വേണ്ടിയിട്ട് മുത്തശ്ശൻ പറയാണ്. മുത്തശ്ശൻ ഇതിന് ആൻസർ പറഞ്ഞു കൊടുക്കുന്നില്ല. അപ്പോൾ മുത്തശ്ശൻ പറയാണ്, മുത്തശ്ശൻ കളിയാക്കിയതല്ല, കാരണം അതിൻ്റെ ആൻസർ തന്നെ പറ എന്നാണ്. അപ്പം ഉത്തരം പറ എന്ന് മുത്തശ്ശൻ കാഷ്വലായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ അത് കുട്ടികൾക്ക് മനസ്സിലായില്ല. അപ്പോൾ മുത്തശ്ശൻ്റെ ഈ കുസൃതി ചോദ്യം എന്താക്കി, ആ ഒരു കുസൃതി കുട്ടികൾക്ക് പിടിച്ചു എന്നാണ് പറഞ്ഞത്. അതായത് അവർ ഒന്ന് ചമ്മി ഒന്നല്ലാണ്ടായിപ്പോയി. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. അപ്പം ഇനിയും നല്ല ഇതുപോലത്തെ വീഡിയോസിനായി നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.